പെരുന്നാളൊക്കെ പ്രമാണിച്ച് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കണ്ടേ? അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ ബിരിയാണിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ബിരിയാണി. ഞാൻ ദം ബിരിയാണിയാണ്, നമ്മുടെ ഹൈദരാബാദി ദം ബിരിയാണിയാണ്. ഇത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു തന്ന റെസിപ്പിയാണ്. നമ്മൾ ഒരുപാട് ബിരിയാണികൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ? ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ വളരെ മസാലയൊക്കെ കുറച്ച് വളരെ ഈസി ആയിട്ട് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ബിരിയാണികളാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ബിരിയാണി ഒരു സുഹൃത്ത് പറഞ്ഞു തന്നതാണ്, ഹൈദരാബാദി ദം ബിരിയാണി. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഇങ്ങനെ ഇരിക്കുന്ന കുറേ സാധനങ്ങൾ ഇരിക്കുന്ന കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട, ഇതൊക്കെ പെട്ടെന്ന് തന്നെ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പം നോക്കാം. ഞാൻ 1 കിലോ സവാള ഇവിടെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1.5 കിലോ ചിക്കനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊടി ഐറ്റംസ് ഒക്കെയാണ്. മുളക് പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ സാജീരകം, കുറച്ച് ഗ്രാമ്പൂ, പട്ട, ഏലക്ക അങ്ങനെയുള്ള സംഭവങ്ങൾ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില, പിന്നെ നമ്മുടെ തൈര്, നെയ്യ്, ചെറുനാരങ്ങ നീര്, കുറച്ച് കാഷ്യൂ മുന്തിരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പാകത്തിന് ഉപ്പ്, പിന്നെ നമ്മുടെ സൺഫ്ലവർ ഓയിൽ. ഇതൊക്കെയാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ബിരിയാണിയാണ്. ഇപ്പം ഞാൻ ഇവിടെ നിന്നിട്ട് സവോള വറക്കുക മാത്രമേ ചെയ്യുള്ളൂ. നമ്മൾ അവിടെയാണ് നമ്മുടെ വിറകടുപ്പിലാണ് നമ്മൾ ഇന്നിത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ആദ്യം തന്നെ സ്റ്റൗ ഒക്കെ കത്തിച്ച് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഞാൻ ഒഴിക്കുന്ന എണ്ണയെന്ന് പറഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ ഇന്ന് എടുക്കുന്നത് സവോള വറക്കാനായിട്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ, മുന്തിരി, ഇത് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു 50 ഗ്രാമൊക്കെ എടുത്തിട്ടുണ്ടാവും. ഇതൊന്ന് ചുമന്ന് വരുമ്പോഴത്തേനും നമ്മുടെ മുന്തിരിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ മുന്തിരിയും കൂടെ ഈ കൊടുത്ത് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കോരിയെടുക്കാവേ. ഇനി നമുക്ക് കുറേശ്ശെ നമ്മുടെ സവോള വറുത്ത് ഊരിയെടുക്കാം. ഈ എണ്ണ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ട് കുറേശ്ശെ നമുക്ക് കോരി എടുക്കാമെന്ന് വെച്ചാൽ. നമ്മൾ ഈ ചിക്കനൊക്കെ ഇതിനകത്ത് വറക്കുമായിരുന്നെങ്കിൽ എണ്ണ കുറച്ചും കൂടി ഒഴിച്ചാൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ ഒത്തിരി എണ്ണ ഉപയോഗിച്ച് നശിപ്പിച്ച് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണേ. നമ്മുടെ സബോള മൂത്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഈ ചുമപ്പിൽ നമ്മൾ വറുത്ത് കോരുവാണേ. ഇതുപോലെ ആ 1 കിലോ സവോളയെ നമുക്കങ്ങ് വറുത്ത് കോരിയെടുക്കാം. നമ്മൾ 1 കിലോ സവോള എടുത്തതിൽ പകുതി ഇപ്പോൾ വറുത്തു, പകുതി ഇതേ എണ്ണ കിടക്കുവാണ്. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരു ചെരുവ എടുക്കാം. ഞാനിപ്പം ഈ ചെരുവ ഇച്ചിരി വലിപ്പമുള്ള ചെരുവ എടുത്തതെന്നാന്ന് ചോദിച്ചാൽ വസുമതി റൈസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ വസുമതി റൈസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഒരു അരമണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് 3 പ്രാവശ്യം 4 പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട്, ആ വെള്ളത്തിൽ തന്നെ 4 പ്രാവശ്യം കഴുകി 5ാമത്തെ വെള്ളത്തിലിട്ട് നമ്മൾ ഒരു അരമുക്കാൽ മണിക്കൂർ കുതിർന്നതിന് ശേഷം ഊറ്റിയെടുത്ത് വെച്ച അരിയാണിത് കേട്ടോ. 1.5 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഇത്ര വലിപ്പമുള്ള ഒരു ചെരുവ് എടുത്തത്. ദമ്മിടുമ്പോഴത്തേനുമേ അല്ലെങ്കിൽ ചോറൊക്കെ മേളിൽ കരിഞ്ഞിരിക്കും, നിറച്ചും ഇങ്ങനെ നിന്നാൽ ദമ്മ് വന്നു കഴിയുമ്പം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ നാട്ടിലെ കോഴിക്കോടൊക്കെ ശരിക്കും പറഞ്ഞാൽ ചെറിയ അരിയാണ്, റോസ്, കൈമ അതൊക്കെയാണ് എടുക്കുന്നത്, ജീരകശാല, ജോക്കറൊക്കെയാണ്. പക്ഷേ ഇത് ആ ഒരു രീതി തന്നെ ഞാൻ വെക്കാൻ വേണ്ടി, ഹൈദരാബാദി ബിരിയാണിയുടെ അതേപോലെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം നമ്മുടെ വസുമതി റൈസ് എടുത്തത് കേട്ടോ. അപ്പം 1.5 കിലോ ചിക്കൻ ഞാൻ നമ്മുടെ ഇതിലേക്ക് ഇടുകയാണ്. 1.5 കിലോ ചിക്കൻ നമ്മളിട്ടു. ഇതിൽ തന്നെയാണ് ദമ്മിടുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഈ ചെരുവ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് നമ്മുടെ പൊടി ഐറ്റംസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കണ്ടോ, ഒരു
1.5 സ്പൂൺ കാശ്മീരി ചില്ലിയാണ് കേട്ടോ. കളറേ ഉണ്ടാവുള്ളൂ, എരിവ് കുറവായിരിക്കും. ഇത് നമ്മുടെ ഒരു ചെറിയ സ്പൂൺ നമ്മുടെ ചിക്കൻ മസാല, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ തട്ടിക്കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ ഇഞ്ചി പേസ്റ്റ്. പിന്നെ ചേർക്കുന്നത് നമ്മുടെ സാജീരകമാണ്. അതൊരു 5 ഗ്രാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇതിലേക്ക് പകുതി ഇടാം, ചോറിലേക്കും പകുതി ഇടാവേ. സാജീരകം അതിൻ്റെ ഒരു പ്രത്യേകതയുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പട്ട എടുത്തിട്ടുണ്ട്. പട്ട ഒരു 3-4 എണ്ണം ചെറിയ കഷ്ണങ്ങളാക്കിയത്, ഒരു 5 ഏലക്ക, 5 ഗ്രാമ്പു. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മളുടെ തൈര്, 1 കപ്പ് തൈരുണ്ട് കേട്ടോ, അത് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടിയത് കുറച്ച് സൺഫ്ലവർ ഓയിൽ, ഒരു സ്പൂൺ ഒഴിച്ചാൽ മതിയേ. അതുപോലെ തന്നെ 1 സ്പൂൺ നെയ്യ് കുറച്ച് ഒഴിച്ചാൽ മതി. ഒരു പിടുത്തം പുതിന, ഒരു പിടുത്തം മല്ലിച്ചപ്പ്, കുറച്ച് കറിവേപ്പില. അവർ കറിവേപ്പില ഇടത്തില്ല, പക്ഷെ നമുക്ക് കറിവേപ്പില ഇല്ലാത്ത ഒരു കളിയില്ലല്ലോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമ്മൾ 1.5 നാരങ്ങ പിഴിഞ്ഞാണിത്, അതിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. പകുതി ചോറിലേക്ക്. നമ്മൾ ലാസ്റ്റേ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന 1 കിലോ സവോളയുടെ പകുതി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. കണ്ടോ? ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് കുഴയ്ക്കണേ. ഇത്രയും പരിപാടിയേ ഉള്ളൂ കേട്ടോ. ഇതിനി 1 മണിക്കൂർ അവിടെ ഇരിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ 2 മണിക്കൂറൊക്കെ ഇരിക്കുവാണ് ഏറ്റവും നല്ലത്. പക്ഷെ നമുക്ക് സമയമില്ല. 1 മണിക്കൂർ നമുക്ക് കറക്റ്റ് വയ്ക്കാം. മൂടി അങ്ങ് വെച്ചേക്കാവേ. നമുക്ക് മൂടി അവിടെ വെച്ചേക്കാം. നമുക്കേ കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ആ പാലിനകത്ത് കുറച്ച് കുങ്കുമപ്പൂ ഇട്ട് കൊടുക്കണേ. ഇത് നമ്മൾ ചോറിൻ്റെ മേളിലൊന്നും ഒഴിക്കാനാണ്. ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരുവാണ്. ഇത്രയും ഒരു ഒരു പിഞ്ച്. അപ്പോൾ നമ്മൾ നമ്മുടെ ആ അടുക്കളയിൽ നിന്ന് ഇപ്പുറത്തെ അടുക്കളയിലോട്ട് കയറിയേ. ഇത് ദം ബിരിയാണി ആയതുകൊണ്ട് വിറകടുപ്പിൽ തന്നെ വെക്കണം. പകലൊക്കെ ആയിരുന്നേ നമുക്ക് കുറച്ച് പുറത്തൊക്കെ ഇട്ടുണ്ടാക്കായിരുന്നു അല്ലേ, മഴയല്ലേ. അപ്പോൾ അതാ നമ്മുടെ വെള്ളം തിളച്ച്. നിങ്ങൾ ഓർക്കും ഇഷ്ടികയുടെ പുറത്ത് എന്തിനാണ് വെച്ചേക്കുന്നത് ചെരുവെന്നല്ലേ. അത് വെച്ചേക്കുന്നത് എനിക്ക് കുറച്ച് കനൽ വേണം. അപ്പോൾ നമ്മൾ ഇത് താത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വിറകല്ലേ വെക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ വെള്ളമൊക്കെ തിളച്ചു, നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നാരങ്ങയുടെ പകുതി ഉണ്ടായിരുന്നല്ലോ എടുത്തു വെച്ചിരുന്നേ, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എടുത്തു വെച്ചിരുന്ന നമ്മുടെ സാജീരകം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നോക്കിയേ, 2-3 പട്ട, 2-3 ഗ്രാമ്പു, 3-4 ഏലക്ക. ഇതെല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണേ. ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സൺഫ്ലവറിൻ്റെ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് കുറച്ച് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് അരി അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. ഇതിനകത്ത് നമ്മൾ വെള്ളത്തിൻ്റെ അളവ് നോക്കാത്തത് നമ്മളിത് ഊറ്റിയെടുക്കും, അതുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ ചോറ് 3/4 വേവ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളത് മാറ്റി വെച്ചിട്ട് കണ്ടോ, 1 മണിക്കൂറായി നമ്മുടെ ചിക്കൻ്റെ നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ടോ. അതിനകത്ത് കണ്ടോ നല്ല ഭംഗിക്ക് അതിരിപ്പുണ്ട്. ഇനി നമ്മുടെ ചോറ് നമ്മൾ കോരിയിടുവാണേ. നമ്മുടെ ചിക്കൻ്റെ മേളിലോട്ട് നമ്മൾ
ചോറ് കോരിയിടുവാണേ. 3/4 വേവായ ചോറ്. ഈ ചിക്കൻ നമ്മൾ വേവിക്കുന്നില്ല, ദമ്മിലാണ് വേവുന്നത് കേട്ടോ. ഒരു ലെയർ നമ്മളിട്ടു. ഇനി നമ്മൾ അതിനകത്തോട്ട് നമ്മുടെ കുറച്ച് ഇതുണ്ടോ മല്ലിയിലയും പുതിനയെല്ലാം കൂടെ ഒരു ലെയർ ഇട്ടു. നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന സവോള അതും ഒന്നിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ നമ്മുടെ കാഷ്യൂ ഒക്കെ ഒരിച്ചിരി ഇട്ട് കൊടുത്തു. ലേശം നെയ്യ് കുറച്ച് മതി കേട്ടോ, ഒന്ന് ചുറ്റിച്ച് 1/2 സ്പൂണേ ഒഴിച്ചിട്ടുള്ളേ. ഇനി നമ്മൾ ബാക്കി നമ്മുടെ റൈസും കൂടെ തട്ടി കൊടുക്കുക. ബസുമതി റൈസ് ആയതുകൊണ്ട് ചോറ് നല്ലപോലെ ഉണ്ടാവുമേ. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വലിയ ചെരുവ് എടുത്ത് ദം ഇടുമ്പോഴത്തേനും ചോറ് തിങ്ങിയിരുന്നാലേ, അതുകൊണ്ട് നമ്മുടെ ചോറൊക്കെ നമ്മൾ ഇട്ടു. ഇനി നമ്മൾ ബാക്കിയുള്ള നമ്മുടെ സവോള വറുത്ത് വെച്ചത്, മല്ലിച്ചപ്പ്, കാഷ്യൂ, മുന്തിരി, ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ പാലിനകത്ത് കുതിർത്തി വെച്ചിരിക്കുന്ന നമ്മുടെ കുങ്കുമപ്പൂവില്ലേ, അതൊന്നിങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ കളറിന് വരുന്ന മാറ്റം കണ്ടോ. ഓക്കെ, നമ്മൾ നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തിയെല്ലാം വെച്ചിട്ട് എല്ലാ സൈഡിലോട്ടും. ഓക്കെ, 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ദാണ്ടതേ വാഴയിലേക്ക് ഒന്ന് ഇതിൻ്റെ മേളിൽ വെക്കുക. എന്തിനാണെന്നറിയാമോ, നമ്മുടെ അരി ദമ്മിടുമ്പോഴത്തേനും ഒത്തിരി അങ്ങോട്ട് ഓവറായിട്ട് ഉണങ്ങാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാണ്ടെ നമ്മുടെ കനലെടുത്ത് നമ്മുടെ ഇതിൻ്റെ പുറത്തിടുക. ഈ കുറച്ച് ചാരം ഇട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ കനൽ വാരി ഇട്ടാൽ നമ്മുടെ ചെമ്പിൻ്റെ മേൽഭാഗം വൃത്തികേടാകാതെ ഇരിക്കും കേട്ടോ. ഈ സ്റ്റീലിൻ്റെ ഈ തവി കൊണ്ട് നമ്മൾ കനൽ കോരിയാലും ഒന്നും പറ്റത്തില്ല. വേഗം പെട്ടെന്ന് തന്നെ ചൂടോടെ അങ്ങ് കഴുകിയെടുത്താൽ മതി കേട്ടോ. ഒന്നും ആവില്ല, ഇത് കരിഞ്ഞൊന്നും പോകത്തില്ല. ഇത് നമ്മുടെ കൈ പൊള്ളുന്നതുകൊണ്ടേ. കണ്ടോ, ഇനി നമുക്ക് ചെമ്പെടുത്ത് മേളിലോട്ട് വെക്കാം, അടുപ്പയിലോട്ട് വെക്കാം. ബാക്കി കനലും കൂടെ കോരിയിടണം. അടിയിൽ അത്രയ്ക്കും കനൽ വേണ്ട, ആ അടുപ്പിൻ്റെ ചൂട് മതിയേ. ഞാൻ ഇച്ചിരി കനൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ആലുവാടുപ്പാണ് ഇത് വെച്ചിട്ടൊന്ന് പൊക്കി വെച്ചത് കേട്ടോ, ഇഷ്ടിക വെച്ചിട്ട് കനൽ കൂടുതൽ കിട്ടാൻ. ചിക്കൻ ഈ കനലിൽ ഇരുന്നങ്ങ് വെന്തോളും. 1 മണിക്കൂർ നമ്മൾ നോക്കിയിരുന്നോളുക. 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ നമ്മളിത് എടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി നമ്മുടെ പാത്രങ്ങളെല്ലാം കഴുകി വെക്കാം അപ്പോഴത്തേനും അല്ലേ. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ദമ്മൊന്ന് പൊട്ടിച്ച് നോക്കാം, എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. അതെ, നമ്മുടെ ബിരിയാണിയൊക്കെ ഇതാ 1 മണിക്കൂറായി. ഇനി നമുക്കൊന്ന് നോക്കണ്ടേ എന്താ സ്ഥിതിന്ന്. ഇതാ നമ്മുടെ ദമ്മൊക്കെ ഒന്ന് പൊട്ടിക്കാൻ പോവാണ് കേട്ടോ. നമുക്ക് നമ്മുടെ കനലൊക്കെ ഒന്ന് മാറ്റാം. ദാ നോക്ക് നമ്മുടെ ചോറിരിക്കുന്നത് എങ്ങനെയാണെന്ന്. വാഴയില മാറ്റി ഇതാ, അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇളക്കി നോക്കണ്ടേ, ഇതാ ചോറൊക്കെ നല്ല പടുപടാന്ന് കണ്ടോ. നോക്കി, അടിപൊളിയാട്ടോ. കണ്ടോ, ഇനി നമ്മുടെ മസാല എന്നുള്ള കളറാണ് ഇങ്ങോട്ട് വരുന്നത്. ഈ 2 കളറും കൂടെ ആകുമ്പോൾ എന്ത് ഭംഗിയാന്ന് നോക്കി. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ എന്തോന്ന് നോക്കണ്ടേ. ഒരു പീസ് ചിക്കൻ എടുത്ത് നോക്കാം. ഇതാ ചിക്കനൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, കണ്ടോ നല്ല സോഫ്റ്റായിട്ട് ഇതാ മുറിഞ്ഞ് വരുന്ന കണ്ടോ. കണ്ടോ, നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണി നമുക്ക് പ്ലേറ്റിലേക്ക് എടുക്കാം.
ഇതെല്ലാം കൂടെ മിക്സ് ആവേണ്ടതാണ് കേട്ടോ. ഞാനിങ്ങനെ കഴിക്കുമ്പോൾ കുറച്ച് പീസ് ഇങ്ങനെ മുന്നോട്ട് വരട്ടെ എന്ന് വെച്ചിട്ട് ഒന്നിച്ച് മിക്സ് ആക്കാനാണേ. നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ മിക്സ് ആക്കണം കേട്ടോ, മൊത്തത്തിൽ. എന്നാലാണ് അതിൻ്റെ മൊത്തം ഒരു സംഭവം റെഡി ആവത്തുള്ളൂ. അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരു സൂപ്പർ ഹൈദരാബാദി ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ എന്നാന്ന് വെച്ചാൽ ഞാൻ മൊത്തം അങ്ങോട്ട് നിങ്ങൾ മസാല എല്ലാം കൂടെ മിക്സ് ചെയ്യണം. ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തത് കേട്ടോ. ഇതാ നമ്മുടെ ചിക്കനൊക്കെ കണ്ടോ വെന്തിട്ട് ഇതാ അത്രയും സോഫ്റ്റായി കണ്ടോ. ആ തൈര് അങ്ങോട്ട് ചേർത്തോണ്ടേ കണ്ടോ, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. കുറച്ച് റൈസ് കഴിച്ച് നോക്കാവേ. എല്ലാവരും പെരുന്നാളിലും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബസുമതി റൈസ് ഇഷ്ടമില്ല എങ്കിൽ നമ്മുടെ സാധാരണ റൈസ് എടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ബലിപ്പെരുന്നാളിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി നേരുവാണേ. അപ്പം പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.